بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا ومولانا محمد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي الحمد لله മങ്കൂസ് മൗലിദ് പഠന ക്ലാസ് വയലോ പ്രഭാഷണോ അല്ല. മങ്കൂസ് മൗലിദ് അതിൻ്റെ അർത്ഥങ്ങളും വിശദീകരണങ്ങളും ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇന്ന് ഒന്നാമത്തെ ക്ലാസ്സാണ്. വലിയ സൈനുദ്ദീൻ മഖ്ദൂം എന്നറിയപ്പെടുന്ന സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ബഹുമാനപ്പെട്ടവരാണ് മങ്കൂസ് മൗലിദ് രചിച്ചത്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിൻ്റെ പൂർണ്ണമായ പേര് അബൂ യഹ്യ സൈനുദ്ദീൻ ഇബ്നു അലി ഇബ്നു അഹ്മദ് അൽ മഅബരി അശ്ശാഫിഈ. യഥാർത്ഥ പേര് സൈനുദ്ദീൻ എന്നാണ്. വിളിപ്പേര് അബൂ യഹ്യ. ഉപ്പയുടെ പേര് അലി. ഹിജ്റ 871 ജനനം. മഹാനവറുകൾ വലിയ മഹാനും വലിയ പണ്ഡിതനും ഒരുപാട് ശിഷ്യന്മാരുടെ ഗുരുവര്യരുമാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. 1000ഓളം വർഷം പഴക്കമുള്ള മഹാനരായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ ഹിജ്റ 505 വഫാത്തായത്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ രചിച്ച സുബ്ഹാന മൗലിദിൽ നിന്നും മറ്റു മൗലിദിൽ നിന്നും ചുരുക്കി രചിച്ചതാണ് മങ്കൂസ് മൗലിദ്. അതുകൊണ്ടാണ് മങ്കൂസ് എന്ന് പേര് വന്നത്. മങ്കൂസ് എന്ന് പറഞ്ഞാൽ ചുരുക്കപ്പെട്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിൻ്റെ സേവന മണ്ഡലമായ പൊന്നാനിയും പരിസരത്തും കോളറ രോഗം വ്യാപിച്ചു. ജനങ്ങൾ തുടരെയായി മരിച്ചു വീഴാൻ തുടങ്ങി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മയ്യിത്തുകളുടെ ആധിക്യം കാരണം മയ്യിത്ത് സംസ്കരണ പ്രവർത്തികൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായി. ഓരോ മണിക്കൂറുകളിലും അനവധി ആളുകളാണ് മരിച്ചു വീഴുന്നത്. ആ സന്ദർഭത്തിൽ ജനങ്ങളെല്ലാം കൂടി ആ നാട്ടിലെ ആത്മീയ നേതാവായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തങ്ങളുടെ അരികിലേക്ക് വന്നു. വിവരങ്ങൾ പറഞ്ഞു. ജനങ്ങളെല്ലാം കോളറ പിടിച്ച് മരിച്ചു വീഴുകയാണ്. ഞങ്ങൾക്ക് പേടിയാവുകയാണ്. അതുകൊണ്ട് ഷെയ്ഖ് അവറുകൾ പരിഹാരം പറഞ്ഞു തരണം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മങ്കൂസ് മൗലിദ് ചൊല്ലാനും അതുപോലെ അതിൻ്റെ പേരിൽ സദ്യ ഭക്ഷണം കൊടുക്കാനും കൽപ്പിച്ചു. അങ്ങനെ മഹാനവറുകളുടെ കൽപ്പന പ്രകാരം വീട് മുഴുവനും അതുപോലെ സ്ഥാപനങ്ങളിലും മങ്കൂസ് മൗലിദ് ചൊല്ലാൻ തുടങ്ങി. വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ ആ കോളറ രോഗം ആ നാട്ടിൽ നിന്ന് വിട്ടുമാറുകയും നാട്ടുകാരുടെ ജീവിതം സാധാരണഗതിയിലാവുകയും ചെയ്തു. അതുപോലെ മങ്കൂസ് മൗലിദിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാവരുടെ രോഗങ്ങളും ശിഫ ലഭിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ വലിയ പകർച്ചവ്യാധി കൊണ്ട് അലഞ്ഞ സമയത്ത് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നൽകിയതാണ് മങ്കൂസ് മൗലിദ്.
ഹിജറ 928 ഷാബാൻ 16 സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞു. പൊന്നാണി പള്ളിയിലാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അന്തി ഉറങ്ങുന്നത്. മങ്കൂസ് മൗലിദ് പതിവാക്കുന്നതിലൂടെ രോഗശമനവും കുടുംബത്തിൽ ഐക്യവും സന്തോഷവും സമാധാനവും അതുപോലെ കുട്ടികളുടെ വികൃതികൾ മാറാൻ മങ്കൂസ് മൗലിദിലെ ബൈത്തുകൾ പതിവാക്കാൻ നമ്മോട് പണ്ഡിതന്മാര് മഹാന്മാര് നിർദ്ദേശിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും മങ്കൂസ് മൗലിദ് പതിവാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ മങ്കൂസ് മൗലിദിലെ ഹദീസുകൾ നമ്മൾ ഇന്ന് ഹദീസിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഇന്ന് ചർച്ച ചെയ്യുകയാണ്. ഒന്നാമത്തെ ക്ലാസ്സിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലമീൻ. ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം ഞാൻ ആദ്യം പറയും, പിന്നെ ഓരോന്നിൻ്റെ ലഫ്ള് അർത്ഥം പറയും, വിശദീകരിക്കും. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ സന്മാർഗത്തിൻ്റെ പ്രവാചകനാകുന്ന ചന്ദ്രനെ ഉദയം ചെയ്യിച്ച വെളിപ്പെടുത്തിയ റബ്ബിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സുബ്ഹാനല്ലദീ, ഒരുത്തൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. എങ്ങനെയുള്ള ഒരുത്തനാണ്? അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വലി, റബീഉൽ അവ്വൽ മാസത്തിൽ ആ ഒരുത്തൻ ഉദയം ചെയ്യിപ്പിച്ചിരിക്കുന്നു. ആരെ? ഖമറ നബിയിൽ ഹുദാ, സന്മാർഗത്തിൻ്റെ പ്രവാചകന്റെ ചന്ദ്രനെ. വഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലമീൻ, ലോകത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ആ പ്രവാചകന്റെ പ്രകാശത്തെ അല്ലാഹു ഉണ്ടാക്കുകയും ചെയ്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ന്യൂനതകളെ തൊട്ടും പരിശുദ്ധനാണ്. തസ്ബീഹിന്റെ വചനം കൊണ്ടാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മങ്കൂസ് മൗലിദ് ആരംഭിക്കുന്നത്. സുബ്ഹാന എന്നത് ഒരു അത്ഭുതത്തെ കുറിക്കുന്നൊരു പദമാണ്. ഈ പദം കൊണ്ട് തുടങ്ങാൻ കാരണം ഈ മൗലിദിൽ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങളും മഹത്വങ്ങളുമെല്ലാം വലിയ അത്ഭുതപ്പെടുത്തുന്നു എന്നതിലേക്കുള്ള സൂചനയായിട്ടാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അല്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ അത്ഭുത യാത്രയാണ് ഇസ്രാ മിഅ്റാജ് വിശദീകരിക്കുന്ന സൂറത്തുൽ ഇസ്രാ. അല്ലേ? ആ സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങുന്നത് സുബ്ഹാന കൊണ്ടാണ്. അല്ലേ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതിക ലോകത്തേക്ക് കൊണ്ടുവന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. മാസങ്ങളുടെ നേതാവായ വിശുദ്ധമായ പരിശുദ്ധമായ ഷഹ്റു റമളാൻ. ആ റമളാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉദയം ചെയ്യിപ്പിച്ചിട്ടില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് റമദാൻ മാസത്തിൽ ജന്മം നൽകിയിട്ടില്ല റബ്ബ്. അതുപോലെ മറ്റു പവിത്രമായ മാസമായ യുദ്ധം ഹറാമാക്കിയ മാസം, വിശുദ്ധമായ പരിശുദ്ധമായ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, വിശുദ്ധമായ പരിശുദ്ധമായ റജബ്. അപ്പോ ഈ മാസത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു ജന്മം നൽകിയിട്ടില്ല. ഈ 4 മാസത്തിലും അതുപോലെ റമദാൻ മാസത്തിലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജന്മം നൽകാത്തതിനെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ആ റമദാൻ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജന്മം നൽകിയതെങ്കിൽ ആ മാസത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടാണ്, റമദാൻ മാസത്തിൽ ജന്മം നൽകിയതെങ്കിൽ റമദാൻ മാസത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശ്രേഷ്ഠത കിട്ടിയത് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോകും. അതുവരെ ശ്രേഷ്ഠതയില്ലാത്ത റബീഉൽ അവ്വൽ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത്. ഹബീബായ തങ്ങളെ ജനിപ്പിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടാണ് എല്ലാത്തിനും മഹത്വം ലഭിച്ചത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ, എല്ലാവർക്കും അത് പ്രകടമാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടാണ് എല്ലാത്തിനും മഹത്വം ലഭിച്ചത് എന്ന്. അതുപോലെ യുദ്ധം ഹറാമാക്കിയ മാസം നമ്മൾ 4 മാസം എണ്ണി. ഈ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജന്മം നൽകിയതെങ്കിൽ ആ മാസത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശ്രേഷ്ഠത കിട്ടിയത് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ടാണ് ആ മാസത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനിപ്പിക്കാതിരുന്നത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശുദ്ധമായ പരിശുദ്ധമായ കഅബ ഷരീഫ് നിലകൊള്ളുന്ന മക്കത്തുൽ മുക്കറമ, ആ മക്കത്തുൽ മുക്കറമയിൽ അവിടെ മറവ് ചെയ്യാതെ മദീന മുനവ്വറയിൽ മറവ് ചെയ്യാനുള്ള കാരണം മക്ക കാരണമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മഹത്വം ലഭിച്ചതെന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചു പോവും എന്നതുകൊണ്ടാണ്. അതുവരെ മഹത്വവൽക്കരിക്കപ്പെടാത്ത മദീന മുനവ്വറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരണം മഹത്വം ലഭിച്ചു. അല്ലെ, ഈ ലോകത്ത് വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭൗതിക ശരീരവുമായി ചേർന്ന് നിൽക്കുന്ന മദീനയിലെ ഹുജറത്തു ഷരീഫയിലെ ആ മണ്ണാണ്, ആ ഭാഗമാണ്. അതാണ് ലോകത്ത് വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പവിത്രമായ സ്ഥലം. ലോകം സൃഷ്ടിക്കുന്നതിന്റെ എത്രയോ മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനൂറിനെ, തിരുപ്രകാശത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ സമയത്ത് ലൗഹോ ഖലമോ സ്വർഗമോ നരകമോ ആകാശമോ ഭൂമിയോ നക്ഷത്രങ്ങളോ ജിന്നോ മനുഷ്യനോ സൂര്യനോ ചന്ദ്രനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്ന് ഉമറെ നിങ്ങൾക്കറിയുമോ? എന്നിട്ട് പറഞ്ഞു, എൻ്റെ നൂർ, എൻ്റെ പ്രകാശം എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ശേഷം 700 വർഷം ആ
നൂറ്, ആ പ്രകാശം അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്തു. ആദ്യമായി അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്തത് എൻ്റെ നൂറാണ്. എന്നിട്ട് പറയാണ്, ഓ ഉമറെ, ഇത് ഞാൻ അഹങ്കരിക്കാൻ പറയല്ല, ഞാൻ വലിപ്പത്തരം വണ്ണത്തരം പറയല്ല, ഞാൻ ഗമഗലിമ പറയല്ല, ഞാൻ ഉള്ളത് പറയുകയാണ്. എൻ്റെ മഹത്വം അറിയിച്ചു തരുന്നതാണ്. വീണ്ടും അവിടുന്ന് ചോദിച്ചു, ഉമറെ, ഞാൻ ആരാണെന്ന് അറിയില്ലേ? എന്നിട്ട് പറഞ്ഞു, അല്ലാഹു അർശും അതുപോലെ ലൗഹും കുർസിയുമെല്ലാം പടച്ചത് എൻ്റെ നൂറിൽ നിന്നാണ് ഉമറേ എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയേ, അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ച സൃഷ്ടി ഏതാണ് നബിയേ? അവിടുന്ന് പറഞ്ഞു, ഓ ജാബിറേ റളിയല്ലാഹു അൻഹു, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു സൃഷ്ടിച്ചത് നിന്റെ പ്രവാചകരായ എൻ്റെ നൂറിനെയാണ് ജാബിറേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് മറുപടി പറയാണ്. എന്നിട്ട് പറയാണ്, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു സൃഷ്ടികളെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ എൻ്റെ നൂറിനെ, എൻ്റെ പ്രകാശത്തെ നാലായി വിഭജിച്ചു. ഒന്നാമത്തെ ഓഹരിയിൽ നിന്ന് ഖലമിനെയും, രണ്ടാമത്തെ ഓഹരിയിൽ നിന്ന് ലൗഹിനെയും, മൂന്നാമത്തെ ഓഹരിയിൽ നിന്ന് അർശിനെയും സൃഷ്ടിച്ചു. നാലാമത്തെ ഓഹരി വീണ്ടും നാലായി വിഭജിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിർ റളിയല്ലാഹുവിനോട് പറയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ സൃഷ്ടികളെയും സൃഷ്ടിച്ച രൂപം വിശദീകരിക്കുന്നുണ്ട്. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹബീബായ തങ്ങളുടെ നൂറിന്റെ കാലപ്പഴക്കത്തെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ചക്രവാളങ്ങളിൽ നക്ഷത്രത്തെ പോലെയുള്ള ഒരു പ്രകാശം, ഒരു പ്രകാശഗോളം പ്രത്യക്ഷപ്പെടാറുണ്ട്. 70,000 വർഷം കൂടുമ്പോൾ മാത്രമേ ആ പ്രകാശം ഉദിക്കുകയുള്ളൂ. ഒരിക്കൽ ഉദിച്ചാൽ പിന്നെ ഉദിക്കണമെങ്കിൽ 70,000 വർഷം കഴിയണം, എന്നാലേ രണ്ടാമത്തെ പ്രാവശ്യം ഉദിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആ പ്രകാശത്തെ 72,000 പ്രാവശ്യം തവണ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാര്യം സ്വഹാബികളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഓ സ്വഹാബ, ആ പ്രകാശം, ആ നൂറ്, അത് എൻ്റെ നൂറാണ്. സുബ്ഹാനല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറു ഷരീഫയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ നന്നാക്കി തരുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ മങ്കൂസ് മൗലിദ് പഠന ക്ലാസ് നമുക്ക് നാളെ നടത്താം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ.